ഹലോ എല്ലാവർക്കും അഗീസ് സ്റ്റോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ പുതിയൊരാളിവിടെ വന്നിട്ടുണ്ട്. പുതിയ ആളല്ല, പഴയ ആൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ അല്ലുകുട്ടൻ്റെ ബർത്ത്ഡേക്ക് വരാൻ പറഞ്ഞു പോയ ആളാണ്, പക്ഷേ അന്ന് വരാൻ പറ്റിയില്ല, സൗദിക്കൊക്കെ പോകാണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്നലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേട്ടോ, മെയ് 24. അപ്പോൾ ഇതുപോലെ 4 വർഷം മുമ്പ് ഒരു ദിവസമാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടെ കെട്ടിപ്പുരയ്ക്ക് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടനെ മുണ്ടുപിടിപ്പിക്കുന്ന പരിപാടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏട്ടൻ മുണ്ടെടുത്തുകൊണ്ട് അല്ലുക്കുട്ടനെ മുണ്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലുക്കുട്ടനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് റെഡിയാക്കി, അമ്മയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം തന്നെയാണ് കേട്ടോ പോകുന്നത്. ഏട്ടൻ നല്ല വൈകുന്നേരമാണ് കേട്ടോ എത്തിയത്. അപ്പോൾ ഇനി കുറച്ച് നാൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഏട്ടനും ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷം എന്താകുന്ന സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് സാരിയൊക്കെ എടുത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പട്ടിഷോയൊക്കെ കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ മഴ ഉണ്ട്, രാവിലെ തന്നെ എന്താ പറയുക, ഒരുമാതിരി ചീഞ്ഞോട് നിൽക്കുക, നന്നായിട്ട് പെയ്യുന്നുമില്ല, ചുമ്മാ തുള്ളിയിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു ടൈപ്പ് മഴ കേട്ടോ. എന്നാലും നമ്മളതൊന്നും നോക്കുന്നില്ല, നമ്മൾ പോവുക തന്നെയാണ്. തല്ലുകെട്ടും തലയിലൊക്കെ കൈ വയ്ക്കുന്നുണ്ടാണ്. മഴ പെയ്യുന്നുണ്ട്, നമുക്കിപ്പോൾ ഇത് നനഞ്ഞാൽ അസുഖമൊക്കെ വരും, ആ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും പീസാണ്. അങ്ങനെ അതാ ഞങ്ങൾ എന്താ പറയുക പോവാണ്. അപ്പോൾ അമ്മ ഇന്ന് കാറിൽ കയറുന്നുണ്ട് കേട്ടോ. സാധാരണ അമ്മയ്ക്ക് കാറിൽ കയറിയാൽ ഭയങ്കര തലവേദനയും ബുദ്ധിമുട്ടൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് ഇനി അത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മളെ കൂടെ തന്നെ പോകുന്നേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അമ്മേനെ കയറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ പുറകെ അമ്മ സ്കൂട്ടറിൽ വരലാണ് പതിവ്. അപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ കയറിയിട്ടുണ്ട്. ഏട്ടെന്താ പോകുന്ന വഴിക്കൊന്ന് ATM കയറിയതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂ വാങ്ങാമെന്ന് വിചാരിച്ചു, സാരി കൊടുത്തല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് പൂവൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ചു. ഞാൻ വണ്ടിയിൽ നിന്ന് വയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല, അല്ല കൂട്ടോ സമ്മതിക്കുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പം അവിടെ എത്തി ഇറങ്ങിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ പൈസയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 മുഴം പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കിഴക്കേ നടയിൽ കൂടെയാണ് കേട്ടോ കയറുന്നത്. കാരണം ഫുള്ള് എന്താ പറയുക ചെളിയും ഇതൊക്കെ ആയതുകൊണ്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കയറി തൊഴുത് എന്താ പറയുക, അകത്തൊക്കെ കയറിയപ്പോഴേക്കും നല്ല മഴ പെയ്തു. പിന്നെ അകത്തുള്ളത്തിലൊക്കെ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പ്രസാദമൊക്കെ അവിടെ ഇരുന്ന് കഴിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളിനി പോവാണ്. നമുക്ക് പോകുന്ന വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസ് കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എന്നും നമ്മുടെ ദേവസ്വം ക്യാൻറ്റീന്നല്ലേ കഴിക്കുന്നതെന്ന് വിചാരിച്ചു. എന്തായാലും എന്താ പറയുക, ഇന്ത്യൻ കോഫി ഹൗസ് ഒന്ന് കഴിക്കാമെന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളവിടെ പോയിട്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇന്നിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ പോകാം, ഇവിടുത്തെ അടിപൊളിയാണല്ലോ എപ്പോഴും. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് എത്തി. എന്നിട്ട് നമ്മൾ ഫുഡിനൊക്കെ എന്താ പറയുക ഓർഡർ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടി പാട്ട് വെച്ചാന്ന് പറഞ്ഞ് വെച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മസാല ദോശ പറഞ്ഞു, അല്ലുക്കുട്ടിന് പ്ലെയിൻ ദോശ, അമ്മയ്ക്ക് നെയ് റോസ്റ്റ്, ഏട്ടന് ഊത്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എല്ലാവർക്കും വട പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ പറയുക പൂരിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂരി മസാല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഏട്ടന് വന്നിട്ടില്ല, അപ്പോൾ ഏട്ടൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വന്നു കേട്ടോ, ഊത്തപ്പം വന്നു, കുട്ടി ഊത്തപ്പമായിരുന്നു. അതുകൊണ്ട് പിന്നെ വീണ്ടും പൂരിയും കൂടെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചായയൊക്കെ മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അല്ലിക്കുട്ടൻ ക്യാമറ കണ്ടപ്പോൾ ഇതാ വീണ്ടും പീസ്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ എന്താ പറയുക വീട്ടിൽ പോകാൻ, നല്ല മഴ പെയ്യുന്നുണ്ട്, വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എന്താ പറയുക നമ്മളെ എന്താ പറയുക സ്ഥലത്തോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ സർക്കസ് ഉണ്ട്. സർക്കസ് തീരാൻ ഈ മാസം ഇനി 26-ാം തീയതി വരെ എന്തേ ഉള്ളൂ. നമ്മൾ പോയിട്ടില്ല, വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ആ വഴിക്ക് പോകാത്തത്. എന്നാലും ഏട്ടൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. അപ്പോൾ അമ്മ അവിടെയൊക്കെ ഇതാ പോയി നോക്കുകയാണ്, ചെറിയ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയില്ല ചെളി ആയതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്താ പറയുക തിരിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏട്ടന് ചെരുപ്പ് ഇല്ല, ഷൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മഴയത്ത് അതുകൊണ്ട് നടന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാക്സ് കയറി ഒരു ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ആ മാക്സിലോട്ട് എത്തിയിട്ടുണ്ട്. മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം ഏട്ടന് ലെതറിൻ്റെ വാങ്ങിച്ചാലും ഏട്ടൻ എന്നും ചെരുപ്പ് കഴുകും, എന്നും ചെരുപ്പ് വരച്ച് കഴുകിയിടുന്ന ആളാണ്. അതുകൊണ്ട് ലെതറിൻ്റെ ടൈപ്പൊക്കെ മേടിച്ചാൽ പെട്ടെന്ന് കേടന്നു പോകും. കാരണം എന്താ പറയുക വെള്ളം നനയാൻ പാടില്ലല്ലോ, വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത് അങ്ങനത്തേതായതുകൊണ്ട് നമ്മൾ
എന്താ പറയുക ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ടൈപ്പ് ചെരുപ്പായിട്ട് വാങ്ങിച്ചത്. കാരണം അവിടെ തിരിച്ചു പോകുമ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഷൂ അല്ലേ യൂസ് ചെയ്യുക. അപ്പോൾ നാട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ എടുത്തു വെച്ചിട്ടും കാര്യമില്ല, കേടുന്ന പോലെ. പിന്നെ 1 വർഷം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എനിക്ക് എന്താ പറയുക ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒരു മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഞാൻ സാരി കൊണ്ട് ഇട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു അമ്മ പോയിട്ട് വാങ്ങിയിട്ട് വരാം. പിന്നെ അമ്മയ്ക്കും എന്താ പറയുക ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, അതും വാങ്ങണമായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അമ്മ പോയേക്കുവാണ്. ഞങ്ങൾ അമ്മേനെ വെയിറ്റ് ചെയ്തത് അവിടെ ഇരിക്കുക. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലിക്കുട്ടൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡ്രൈവറുടെ ഡ്രസ്സൊന്നും നോക്കണ്ട, മുണ്ടൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതാ അമ്മ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിട്ടോ. അങ്ങനെ അതാ വന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സ് അടിച്ചതൊന്നും പറഞ്ഞതുപോലെ ശരിയായില്ല. അതിൻ്റെ ദേഷ്യത്തിലിരുന്ന് അമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് വീട്ടിൽ പോയി ഇട്ട് നോക്കിയാലേ സമാധാനമുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളിനി എവിടെ ഇറങ്ങിയില്ല, നേരെ ഇതാ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ ഇതാ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും മഴ വീണ്ടും തുള്ളിയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇനി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി. പിന്നെ അത് പറഞ്ഞ പോലെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കൈക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം കൊണ്ട് പുള്ളിക്കാരി എനിക്ക് എന്താ പറയുക യോക്കൊക്കെ അത് വെച്ച് തന്നെ ചെയ്ത് ആകെ എന്താ പറയുക ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് തിരിച്ചു കൊണ്ട് കൊടുക്കണം, ശരിയാക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് ഇനി പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് കുറച്ച് നമ്മൾ വീണ്ടും പെരുന്തൽമണ്ണയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ വന്ന് അല്ലുക്കുട്ടൻ എന്താ അവൻ്റെ കളി തുടങ്ങി. അപ്പോൾ നല്ല അച്ഛൻ വന്നപ്പം കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കളിക്കുകയാണ്. അപ്പം ഏട്ടനൊരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അതാ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഇപ്പം അധികം രാവിലെ ആയിട്ടല്ലേ ഉള്ളൂ. ഇനി ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് ഒന്ന് ഇറങ്ങി. വലിയ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും എന്താ പറയുക ഒരു സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഏട്ടൻ വരുമ്പോഴല്ലേ നമ്മൾ സിനിമയ്ക്ക് പോലുള്ളൂ. പിന്നെ അമ്മയും കുറേ കാലമായിട്ടോ, ഒരു 5-6 വർഷമായിട്ടുണ്ടാവും സിനിമയ്ക്ക് പോയിട്ട്. അമ്മ ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് സിനിമയ്ക്കൊന്നും അങ്ങനെ പോകലില്ല. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയും വരാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ അതാണ് കേട്ടോ കാണാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വലിയ പരിപാടികൾ. അപ്പോൾ അതിൻ്റെ ഓരോന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്താ മുറുക്കൊക്കെ എടുത്ത് തിന്നാൻ വരികയാണ് കേട്ടോ. ചായ ഇടയില്ല, അപ്പോൾ പിന്നെ മുറുക്കും കൂട്ടി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്താ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അല്ലുക്കുട്ടൻ്റെ കളിയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ്റെ വികൃതിയും കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ കാണാറുണ്ടെങ്കിലും നേരിട്ട് ഇപ്പോഴല്ലേ. അപ്പോൾ അതിൻ്റെ ഓരോ കളികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഓരോന്നൊക്കെ റെഡി ആവാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് റെഡിയായി ഇനി വീണ്ടും പോകണ്ടേ. അപ്പം ഞാൻ റെഡിയാവാൻ പോയി. അല്ലുക്കുട്ടനെയൊക്കെ റെഡിയാക്കി, ഏട്ടനൊക്കെ റെഡിയായി. അപ്പോൾ എന്താ പറയുക ഏട്ടന് അച്ചു ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വാങ്ങുകയൊക്കെ ചെയ്യണം. അങ്ങനെ നമുക്ക് പോകുമ്പോൾ ടാസ്കുകളൊക്കെ കൂടി. അപ്പോൾ അതൊക്കെയാണ്. ഈ അല്ലുക്കുട്ടനിട്ടത് അമ്മ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ പുതിയത് വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവനും കിട്ടി പുതിയതൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങളിതാ പോവുകയാണ്. അപ്പോൾ പോകാൻ നേരത്ത് മഴയൊക്കെ കുറവുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ എന്താ പറയുക പെരിന്തൽമണ്ണയ്ക്ക് പോകണം. പക്ഷേ വൻ ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറഞ്ഞാലും പോരാ, നമ്മളിവിടെ ഒരു 3/4 മണിക്കൂറോളമൊക്കെ കടന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് റോഡ് നിയമങ്ങളൊക്കെ വളരെയധികം നന്നായി പാലിക്കുന്ന ആളായതുകൊണ്ട് ഒരു കുറുക്ക് വഴി കൂടെയും പോകില്ല. അതുകൊണ്ട് തന്നെ 3/4 മണിക്കൂറോളം അവിടെ കിടന്ന് ഞങ്ങൾ അല്ലുക്കുട്ടനും ഉറങ്ങി, അമ്മ ഉറങ്ങി, അങ്ങനെ ആകെ ചടച്ച് പണ്ടാരം അടങ്ങിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ അജിഫാനിൽ കയറിയപ്പോഴും ഞാൻ ഇറങ്ങിയില്ല, അല്ലുക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിഫാനിൽ കയറിയിട്ട് എന്താ പറയുക കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ ചോക്ലേറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അപ്പുറത്തൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നമ്മളെന്താ തിരിച്ചു പോവാണ്. എന്നിട്ട് നമ്മൾ മസാലയിൽ വന്നു. നമുക്ക് അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു 10-11 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷെ നമ്മളിവിടെ എത്തിയപ്പോൾ 1 മണിയായി. അത്രയും നേരം അവിടെ ബ്ലോക്കിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്കിതായി ഒരു എന്താ പറയുക പുറത്തേക്ക് വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ കിട്ടിയത്. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇരിക്കാൻ പോലെ സ്ഥലം കിട്ടില്ലായിരുന്നു മസാല ആയതുകൊണ്ട്.
അപ്പോൾ നമ്മൾ മീൽസാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ കറികളും പായസമൊക്കെ ആയിട്ട് ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അതും കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. അതിൻ്റെ ഒപ്പം പിന്നെ നമ്മൾ പ്രോൺസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോൺസ് ഫ്രൈയും പിന്നെ ഒരു ഫിഷിൻ്റെ തവ ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് ഏതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഏതായാലും അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ മീൽസിൻ്റെ കാര്യം പറയണ്ടല്ലോ, മസാല എന്ന് പറഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് വേറെ ആര് വന്നാലും മീൽസേ കഴിക്കുള്ളൂ മെയിനായിട്ട്. കാരണം അതവരുടെ ഒരു ഹൈലൈറ്റ് സംഭവമാണ്. അപ്പോൾ നമ്മളത് കഴിച്ചു. എല്ലാം കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ച്. പായസവും അടപ്പായസമായിരുന്നു കേട്ടോ. ഒന്ന് നല്ല അടിപൊളിയായിരുന്നു. നല്ല സ്പൈസി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് നല്ല മധുരത്തിൽ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ഷോപ്പിൽ പോവാണ്. നമ്മളിന്ന് ഷോപ്പിൽ പോയില്ലല്ലോ, പിന്നെ ഏട്ടനും പോയി വന്നിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഷോപ്പിലോട്ട് പോയി. ഷോപ്പിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ മുഫീനെയും ലാലുവിനെയൊക്കെ കണ്ടു. കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ നമ്മൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ അച്യുതാ നമ്മളെ വിളിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് ഏട്ടൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മയും കൂടെ ഷർട്ട് മാറ്റാൻ പോയി കേട്ടോ. നമ്മളെ അച്ചു ഗിഫ്റ്റ് ചെയ്ത ഷർട്ട്, അത് സൈസ് കുറച്ച് എന്താ പറയുക തടി വെച്ചു, അതുകൊണ്ട് സൈസ് പാകമാകുന്നില്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ്. മാറ്റി വന്നു കേട്ടോ. എന്നിട്ട് ഏട്ടനെ കാണിച്ചു കൊടുത്തു, ഇഷ്ടമായി. കാരണം ഏട്ടൻ്റെ ഫേവറേറ്റ് ബ്ലൂ കളറാണ് കേട്ടോ എടുത്ത്. അതാ വീണ്ടും മഴ പെയ്തു. നമ്മൾ മാളിലേക്ക് പോയിട്ടോ. അല്ലിക്കുട്ടനെ എന്താ പറയുക കാറൊക്കെ കളിപ്പിക്കാമല്ലോ, അവൻ്റെ സന്തോഷം അതാണല്ലോ. പിന്നെ എനിക്ക് ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പോകാതാണല്ലോ, ജുഡിയെ പോയിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ തിരിച്ചിറങ്ങി അല്ലിക്കുട്ടനെ കാറ് കളിപ്പിച്ചിട്ട് എന്താ പറയുക അത് കഴിഞ്ഞിട്ട് മാക്സിൽ പോകാൻ പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ 3:45 ഫിലിം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ടൈം എടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിൽ വന്നത് ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അത് മേടിച്ചു. പിന്നെ വേറെ അധികം ഒന്നും അവിടെ കറങ്ങി തിരിഞ്ഞില്ല, കാരണം നമുക്ക് സിനിമയ്ക്ക് സമയമായി. അപ്പോൾ നമ്മൾ നേരെ വിസ്മയയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും വീണ്ടും നല്ല മഴ പെയ്തു, അത്യാവശ്യം നല്ല മഴ പെയ്തു കേട്ടോ. കുട എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഭാഗ്യമല്ല, കോട്ട നനഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ ഓടി കയറിയിട്ടോ, ടിക്കറ്റൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ എന്താ പറയുക കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ ഒരു ചായയൊക്കെ മേടിച്ചു, കേക്ക് ഒക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനൊക്കെ. പിന്നെ അല്ലുക്കുട്ടൻ വന്നപ്പോൾ തൊട്ട് പോപ്കോൺ എന്ന് പറഞ്ഞ കറിയായിരുന്നു. അങ്ങനെ പോപ്കോൺ മേടിച്ചു, ചീസും മേടിച്ചു, പിന്നെ കാരമൽ മേടിച്ചു, സോൾട്ടഡ് കാരമൽ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി വെള്ളമൊക്കെ മേടിച്ച് കയറിയിരുന്നു. കാരണം അല്ലുക്കുട്ടൻ ഇരിക്കണമെങ്കിൽ പോപ്കോണും കാര്യങ്ങളൊക്കെ വേണം, കാരണം അത് തീർന്നാൽ അവൻ കരയും. അതുകൊണ്ട് അതൊക്കെ കുറച്ചധികം മേടിച്ച് കയറി. അങ്ങനെ സിനിമ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക കുഴപ്പമില്ലാത്ത നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഭയങ്കര ഹൈപ്പായിരുന്നു, ഓവർ ഹൈപ്പിഡ് ആയിരുന്നു കേട്ടോ, എനിക്കങ്ങനെ തോന്നി. ആവറേജ് പടം അത്രയേ ഉള്ളൂ, കണ്ടിരിക്കാം. അങ്ങനെ അവിടുന്ന് സിനിമയും കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഷോപ്പിൽ വന്നപ്പോൾ നമ്മളവിടെ ഫ്രണ്ടിൽ നല്ല കടല വറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പോയിട്ട് കടല വറുത്തത് മേടിച്ചിട്ട് വന്നു. അല്ലുകൂട്ടം ഫുഡല്ല പോപ്കോണും അതുപോലെ കഴിച്ചിട്ട് ഒരു സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് അവനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല തിയേറ്ററിൽ. അപ്പോൾ ഉറങ്ങി എണീറ്റ് അവൻ കരഞ്ഞപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു കടല കണ്ടത്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പോവാണ്. നമുക്കിനി വലിയ പരിപാടിയൊന്നുമില്ല, എന്നാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് കേക്ക് സ്റ്റുഡിയോയിൽ പോയി ഒരു കുട്ടി കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കേക്ക് മേടിച്ച്. നമ്മൾ അതൊന്ന് മേടിച്ച് ബട്ടർ സ്കോച്ച് സെലിബ്രേഷൻ എന്ന് പറയുന്ന കേക്കാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ അതിൽ റൈറ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ കേക്ക് കൊണ്ടു തന്നു. അപ്പോൾ അല്ലുക്കുട്ടനെ ഊതി അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒച്ചയും വിളിയായിരുന്നു. അങ്ങനെ അവൻ ഊതി അണച്ച് കേക്ക് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ 4 വർഷത്തെ സഹനത്തിൻ്റെ ദിവസം ഇവിടെ തീരാനായി കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറീൻ്റെ കലാപരിപാടികളും എല്ലാം കഴിഞ്ഞ് അവസാനത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. അങ്ങനെയല്ല, ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ ചടങ്ങാണിത്. അങ്ങനെ നമ്മൾ രാവിലെ കട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പിന്നെ മൊത്തത്തിൽ തിരക്കായി പോയതുകൊണ്ട് അത് രാത്രിയിലോട്ട് മാറ്റിയതായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ ഇരുന്ന് കട്ട് ചെയ്ത് തന്നെ കഴിച്ചു. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കേക്ക്സൊക്കെ, പ്രത്യേകിച്ച് ഈ ബട്ടർ സ്കോച്ച് അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് കഴിച്ച് ബാക്കി പാഴ്സൽ മേടിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പിന്നെ ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ചേച്ചാ.